ഉരുൾപൊട്ടലിൽ കാണാതായ മൊയ്തീൻകുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. മുണ്ടക്കൈ ടോപ്പിൽ മൊയ്തീൻകുട്ടിയുടെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണിനടിയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു. അവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നില്ല. പിന്നാലെ അല്പം മുമ്പാണ് ചാലിയാറിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളിലൊന്ന് മൊയ്തീൻകുട്ടിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചത്. അരുണ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുണ, തെരച്ചിലിനൊടുവിൽ കൂടുതൽ സങ്കടപ്പെടുത്തുന്ന വിവരമാണ് വരുന്നതല്ലേ? അതെ പൂജ, ആ സമയത്തും ഒരു സംശയം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ തിരയുമ്പോഴും ഈ മകൻ യൂനിസ് വലിയ പ്രതീക്ഷയൊന്നും കാണിച്ചില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ഈ യൂനിസ് അവിടെ എത്തിയിട്ട് പറഞ്ഞത്, അതായത് 83 വയസ്സുള്ള ഈ മൊയ്തീൻകുട്ടി ഇവരെല്ലാവരും ഈ കരയ്ക്ക് ഇപ്പുറത്തേക്ക് കടന്നു. പക്ഷേ മൊയ്തീൻകുട്ടിക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയാതെ പോയതോടെ അന്ന് അപകടത്തിൽപ്പെട്ട് അവിടെ വെച്ച് കാണാതാവുകയായിരുന്നു. അപ്പോൾ ഒരു സാധ്യത എത്രത്തോളം കുറവാണ് എന്നുള്ള കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ തിരച്ചിൽ നടക്കുന്ന സമയത്ത് പോലും അതാണ് നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെ ഒരു പ്രതീക്ഷ അവർക്ക് അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതികരിച്ചത്. അപ്പോൾ അതിന് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെ നമുക്ക് ലഭിക്കുന്നു എന്നാണ്. ഈ ചാലിയാറിന്റെ തീരത്ത് നിന്ന് 100-ന് മുകളിൽ മൃതദേഹങ്ങളാണ് കിട്ടിയത്. ചാലിയാറിന്റെ ഒരു കൈവഴിയിലൂടെ ഒലിച്ചു പോകുന്ന മൃതദേഹങ്ങൾ ഈ പോത്തുകല്ലിന്റെയും നിലമ്പൂരിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നായി കിട്ടുന്നുണ്ട്. അങ്ങനെ നിലമ്പൂർ ഭാഗത്ത് പനങ്കയം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് കിട്ടിയ മൃതദേഹങ്ങളിൽ ഒന്നാണ് 2 ദിവസം മുമ്പാണ് കിട്ടിയത്. ഈ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് മൊയ്തീൻകുട്ടിയുടേത് തന്നെയാണെന്നുള്ളത്. അപ്പോൾ ആ തിരച്ചിലിന്റെ യന്ത്രം കാണിച്ച ഇതും എല്ലാം ശരിയാകുന്ന തരത്തിൽ പൂജ സൂചിപ്പിച്ചതുപോലെ വേദന ഉണ്ടാക്കുന്ന വാർത്ത തന്നെ, നിരാശാജനകമായ വാർത്ത തന്നെ, എന്തായാലും ഒരു സ്ഥിരീകരണം അതിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പൂജ.